തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നാടിന്റെ വികസനം നടപ്പാക്കുന്നവർക്കാണ് വോട്ടെന്നും നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കാൻ പാടില്ല എന്നും നടൻ ഉണ്ണിരാജ്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ കോവൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിനിമാ താരം ഉണ്ണിരാജ്. ഭരണമാറ്റം ഉണ്ടാകില്ലെന്നും ഉണ്ണിരാജ് അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പാണ് വോട്ട് ചെയ്തു. എൻ്റെ കോവൽ സ്കൂള് 6-ാം വാർഡിൽ നിന്ന് വോട്ട് ചെയ്തു. ഇതെൻ്റെ വീട്, ഇത് സ്കൂള്. കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന 18 വയസ്സ് മുതൽ അന്ന് വരെ ഇവരെ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. ഒരു സിനിമാ ലൊക്കേഷൻ നിന്നാണ് വരുന്നത്. കുറേ ദിവസങ്ങൾ രാത്രിയെല്ലാം ഉറക്കൊഴിഞ്ഞ് ഇന്ന് എത്തി. അപ്പം ലോകത്ത് എവിടെയുണ്ടെങ്കിൽ മലയാളികൾ ബാക്കിയാരും നമുക്കറിയില്ലോ, അവർ വോട്ട് ചെയ്യും. കളിയാട്ടമാണെങ്കിലും വോട്ടാണെങ്കിലും നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്. അപ്പോൾ അവർ അടിപൊളിയാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് നാടിൻ്റെ വികസനം ആരാണോ ചെയ്യുന്നത് അവർക്കാണ് വോട്ട്. അതിലൊരു മാറ്റമില്ല. നാടിന് തൊഴിലില്ലായ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്ന കാലത്ത് ഇപ്പോൾ മാറി വരുന്നിട്ട് എല്ലാവർക്കും തൊഴിലുണ്ടാവണം. യുവാക്കളൊക്കെ നല്ല തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കാനല്ലേ, അവർക്ക് തന്നെ പുതിയ എംപ്ലോയ്മെൻറ്റിലൊക്കെ പല ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്ന രീതിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, രംഗത്ത് വരുന്നുണ്ട്. തൊഴിലില്ലായ്മ ഉണ്ടാവണം. എപ്പോഴും തൊഴിലില്ലായ്മ ഉണ്ടാവണമെന്നല്ല, തൊഴിലില്ലായ്മ ഉണ്ടാവാൻ പാടില്ല, തൊഴിലുണ്ടാവണം. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന കാലത്ത് തൊഴിലുണ്ടാവണം. പിന്നെ വികസനത്തിനാണ് വോട്ട്. നാടിൻ്റെ വികസനം, റോഡ് മാത്രമല്ല, കുടിവെള്ളം ഇല്ലാത്ത പല സ്ഥലങ്ങൾ അതൊക്കെ ഉണ്ടാവണം. റോഡൊക്കെ അടിപൊളിയാണ്. അല്ലെങ്കിൽ ചെറിയ റോഡുകളും വലിയ റോഡുകളും NH എല്ലാം ഗംഭീരമാണ്. അതുപോലെ നാടിൻ്റെ ചില സ്ഥലങ്ങൾ കുടിവെള്ള രൂക്ഷമാവുന്ന സ്ഥലമുണ്ട്, ഉപ്പുവെള്ളമില്ലേണ്ട സ്ഥലമുണ്ട്. അതൊക്കെ അവർക്ക് ഏറ്റവും പ്രധാന. റോഡിനേക്കാൾ ഉപരി അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ മനസ്സിലാവുന്നു, പല നാട്ടിലും ഏടാന്നില്ല പറയുന്നില്ല, പല നാട്ടിലും സഞ്ചരിക്കുന്ന ഒരു കലാകാരനായിട്ടോ പറയുന്നത്, പല നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ദിവസം ഇങ്ങനെ വരാൻ കഴിഞ്ഞും വോട്ട് ചെയ്യാൻ വരുന്നു. ഞാൻ ഒരു മനസ്സിൽ കണ്ട ഒരാളുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ പൊളിറ്റിക്സ് എന്നൊക്കെ ഉണ്ട്. എൻ്റെ യാത്രകൾ ഒരു കലാകാരനെ അത് പല രീതിയിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല തന്നെയാണ് എൻ്റെ യാത്രയിൽ, ഒരു കലാകാരൻ്റെ യാത്രയിൽ കേരളത്തിലെ പല നാട്ടിൽ പോകുമ്പോൾ മനസ്സിലാവുന്നത്. നല്ല രീതിയിൽ ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. നാടിൻ്റെ വികസനത്തിനാണ് വോട്ട്, അതിന് സംശയമില്ല. നിങ്ങൾ പഠിച്ച സ്കൂളാണത്? അത് ഞാൻ പഠിച്ച സ്കൂളാണ്. 1 മുതൽ 7 വരെ ഇവിടെ പഠിച്ച് അവിടെ തന്നെയാണ് വോട്ട്. പിന്നെ കുട്ടമത്ത് ഗവൺമെൻറ് സ്കൂളാണ് പഠിച്ചത്. പഠിച്ച സ്കൂളിലൊക്കെ ഇപ്പോൾ എത്തുന്നത് നിങ്ങളൊരു നടനായിട്ട് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ അതെ, പഠിച്ച കാലവും ഇപ്പോഴത്തെ കാലവും കൂടി വ്യത്യാസം അങ്ങനെ നിങ്ങൾ ഓർത്തിരുന്നു? രണ്ടും രണ്ട് കാലമാണ്. കാരണം പണ്ട് എൻ്റെ അമ്മമ്മ ആരാ സ്ഥാനാർത്ഥിയൊന്നും അറിയില്ല എൻ്റെ അമ്മമ്മക്ക്. അപ്പം ഒരു ചിഹ്നം ഉണ്ടാവും, ആ ചിഹ്നം നോക്കിയിട്ടാണ് പോലെ. അപ്പം ഓപ്പൺ വോട്ട് ചെയ്യേണ്ട സമയമെല്ലാം ഉണ്ടാവും വയസ്സായിട്ട്, പക്ഷെ ഓപ്പൺ വോട്ട് ചെയ്യാൻ പറ്റില്ല. അമ്മക്ക് അറിയും, ആ ചിഹ്നം ഞാൻ കാണുന്നുണ്ടല്ലോ, അത് വേറെ ചിഹ്നം നോക്കൂല, അതിൻ്റെ അർത്ഥം അതാണ് ആ കാലം. ഈ കാലം അങ്ങനെയൊന്നുമല്ല. ഈ കാലം എന്ന് പറയുന്നത് പുതിയ കാലത്ത് പുതിയ പിള്ളന്മാർ. എൻ്റെ വീട്ടിൽ ഞാനൊരു ചക്കനുണ്ട്, ഓട് വെച്ചു നീ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ ആർക്കാണെന്ന് അറിയാം. അത് അച്ഛൻ പറയണ്ട, അത് കറക്റ്റാ, ഒരാളെ സ്വാതന്ത്ര്യമാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. പണ്ട് അമ്മമ്മ നമ്മളെ പഠിപ്പിച്ചെന്നാണ്, ഇതാണ് നമ്മൾ ഓർമ്മയിൽ. അതേ എന്ന് പറഞ്ഞ് അമ്മമ്മേരെ കൂടെ നടക്കുന്ന ഒരു കാലം. അല്ല, അമ്മമ്മ പഠിപ്പിച്ച് തന്ന അത് മോശമല്ലല്ലോ, നല്ലതാ. അതെ, അമ്മമ്മ പഠിപ്പിച്ചു തന്നത് ഞാൻ കാലം മാറുമ്പോൾ ചിലപ്പോൾ നമ്മളെ മാറ്റം ഉണ്ടാവണം തോന്നലുണ്ട്. മാറ്റം ഉണ്ടാ തോന്നിയിട്ടാ. തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ അല്പസമയത്തിനകം.